ഹായ് ഫ്രണ്ട്സ്, അഡ്വെൻറ്റ് ഓഫ് യൂറോപ്യൻസ് അഥവാ യൂറോപ്യന്മാരുടെ ആഗമനത്തെ പറ്റിയിട്ടാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഡീപ്പ് ലേണിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു വെച്ചതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമായിട്ടും പഠിച്ചത് പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിച്ചു മാറ്റിയത് 3 കാര്യങ്ങളെ പറ്റിയിട്ടായിരുന്നു. ഒന്നാമത്തേത് ഇന്ത്യയിലേക്കുള്ള യൂറോപ്യന്മാരുടെ വരവിൻ്റെ ചരിത്രത്തെ പറ്റിയിട്ടായിരുന്നു നമ്മൾ പഠിച്ചത്. ഇന്ത്യയിലേക്കുള്ള യൂറോപ്യന്മാരുടെ അറൈവലിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ആദ്യമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു മാറ്റിയത്. രണ്ടാമതായി നമ്മൾ പഠിച്ചു മാറ്റിയത് ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ പോർച്ചുഗീസ് എംപയറിൻ്റെ ഫോർമേഷൻ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഉദയം എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചു മാറ്റിയത്. നമ്മൾ മൂന്നാമതായി പഠിച്ചു മാറ്റിയത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പോർച്ചുഗീസ് വൈസ്രോയിമാരും അവരുടെ കോൺട്രിബ്യൂഷനും എന്തായിരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ പാർട്ട് 1 വീഡിയോയിൽ പ്രധാനമായിട്ടും പഠിച്ചു മാറ്റിയത്. ഇന്ന് പാർട്ട് 2 നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് വീണ്ടും 3 കാര്യങ്ങളെ പറ്റിയിട്ടാണ്. അതിൽ ആദ്യത്തേത് കുഞ്ഞാലി മരക്കാർമാരെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അവരുടെ ചരിത്രവും അവരുടെ കോൺട്രിബ്യൂഷനെ പറ്റിയിട്ട് നമ്മൾ ആദ്യമായിട്ട് ഇതിൽ പഠിച്ചു മാറ്റും. രണ്ടാമതായി പോർച്ചുഗീസുകാരുടെ പ്രധാന കോൺട്രിബ്യൂഷൻ എന്തൊക്കെയായിരുന്നു, കേരളത്തിലും ഇന്ത്യയിലും പോർച്ചുഗീസുകാരുടെ പ്രധാന കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു, അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫാക്ടേഴ്സാണ് നമ്മൾ പഠിക്കുന്നത്. മൂന്നാമതായി ഈ വീഡിയോയിൽ പഠിക്കുന്നത് കൂനൻകുരിശ് കലാപം അഥവാ കൂനൻകുരിശ് സത്യാഗ്രഹവും രണ്ടാമത് ഉദയം പേരൂർ സുന്നഹദോസിനെ പറ്റിയിട്ടുമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമുക്ക് പാഠഭാഗത്തിലോട്ട് പോകാം. ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് കുഞ്ഞാലി മരക്കാർമാരുടെ ചരിത്രത്തെ പറ്റിയിട്ടാണ്. കുഞ്ഞാലി മരക്കാർമാർ എവിടെ നിന്ന് വന്ന ആൾക്കാരായിരുന്നു, ഇവരുടെ ഉദയം എവിടെ നിന്നായിരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് ചരിത്രകാരന്മാർക്കിടയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് ഇവർ കൊച്ചിയിൽ നിന്നും പൊന്നാനിയിലേക്ക് പോർച്ചുഗീസുകാരുടെ കാലഘട്ടത്തിൽ കുടിയേറിയ സമുദ്ര വ്യാപാരികളായിരുന്നു എന്നാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. ഒന്നുകൂടി പറയുന്നു, പോർച്ചുഗീസുകാരുടെ കാലഘട്ടത്തിൽ കൊച്ചിയിൽ നിന്നും പൊന്നാനിയിലേക്ക് കുടിയേറിയ സമുദ്ര വ്യാപാരികളായിരുന്നു കുഞ്ഞാലി മരക്കാർമാരെന്നാണ് കരുതപ്പെടുന്നത്. ഇവർ പിന്നീട് കോഴിക്കോട് ഭരണാധികാരിയായിട്ടുള്ള സാമുദ്രിയുടെ പ്രീതിയും പിന്തുണയും ലഭിച്ച് അദ്ദേഹത്തിൻ്റെ സേവനങ്ങളും സഹായങ്ങളൊക്കെ ചെയ്തതിനു ശേഷം കോഴിക്കോട് നാവികപ്പടയുടെ അഡ്മിറൽമാരായിട്ട് മാറി. ഒന്നും കൂടി കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് സാമുദ്രിയുടെ മുസ്ലിം നാവിക മേധാവികളായിരുന്നു ആരെന്ന് പറയുന്നത് കുഞ്ഞാലി മരക്കാർമാരെന്ന് പറയുന്നത്. മരക്കാർമാർ പ്രധാനമായിട്ടും 4 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ ആള് കുട്ടി അഹമ്മദ് അലി, രണ്ടാമത്തേത് കുട്ടി പോർക്കർ അലി, മൂന്നാമത്തേത് പട്ടു കുഞ്ഞാലി അഥവാ പട്ടുമരക്കാർ, 4ാമൻ്റെ പേരായിരുന്നു മുഹമ്മദ് അലി. 16-17 നൂറ്റാണ്ടുകളിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ പോർച്ചുഗീസ് മേധാവിത്വത്തിനെ വെല്ലുവിളിച്ച അതിശക്തമായിട്ടുള്ളൊരു ചരിത്രത്തെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ഈ വീഡിയോയിൽ ആദ്യമായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. ആ ചരിത്രം എന്ന് പറയുന്നത് മരക്കാർമാരുടെ ചരിത്രം കൂടെ ആയിരുന്നു. നമുക്ക് പഠിക്കാം കുഞ്ഞാലി മരക്കാർ ഒന്നാമനെ പറ്റിയിട്ട്. 1502 മുതൽ 1531 വരെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. ഇദ്ദേഹം 1524 പോർച്ചുഗീസ് ആധിപത്യത്തെ വെല്ലുവിളിച്ചു തുടങ്ങി. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് കുഞ്ഞാലി മരക്കാർ ഒന്നാമൻ്റെ യഥാർത്ഥ പേര് കുട്ടി അഹമ്മദ് അലി എന്നായിരുന്നു. കുട്ടി അഹമ്മദ് അലി എന്നായിരുന്നു കുഞ്ഞാലി മരക്കാർ ഒന്നാമൻ്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത്. 1524 ഇദ്ദേഹം പോർച്ചുഗീസുകാർക്കെതിരെ ആക്രമണം അഴിച്ചുവിടുന്ന സമയത്ത് ഇദ്ദേഹം പിന്തുടരുന്ന യുദ്ധമുറ എന്ന് പറയുന്നത് ഗൊറില്ല യുദ്ധമുറയായിരുന്നു. അഥവാ അടിച്ചിട്ട് കടന്നു കളയുക എന്ന യുദ്ധതന്ത്രമായിരുന്നു ഇദ്ദേഹം പയറ്റിയിരുന്നത്. അടിച്ചിട്ട് കടന്നു കളയുക അഥവാ ഹിറ്റ് ആൻഡ് റൺ എന്ന മെത്തേഡായിരുന്നു ഇദ്ദേഹം എന്ത് ചെയ്തിരുന്നേ പിന്തുടർന്നിരുന്നത്. ഈ കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ ആക്രമണത്തെ തുടർന്ന് അന്ന് ഇന്ത്യയിലെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്ന ഹെൻറിക് ഡി മെനസിസ്, വാസ്കോഡ് ഗാമയ്ക്ക് ശേഷം ഇന്ത്യയിലെ വൈസ്രോയി വന്ന ആളായിരുന്നു ഹെൻറിക് ഡി മെനസിസ്. അദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങി, തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. മരക്കാർമാർക്ക് സ്വാധീനമുണ്ടായിരുന്ന പൊന്നാനിയിൽ അവരുടെ പ്രധാനപ്പെട്ട കപ്പലുകളെയെല്ലാം ആര് നശിപ്പിച്ചു, ഹെൻറിക് മെനസിസിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന കപ്പലുകളെയെല്ലാം ഹെൻറിക് മെനസിസിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന പോർച്ചുഗീസ് സൈന്യം നശിപ്പിച്ചു. ഒപ്പം തന്നെ 1525 മരക്കാർമാരുടെ പ്രധാന കേന്ദ്രമായിരുന്ന പന്തലായനി കൊല്ലം കേന്ദ്രീകരിച്ചും ഹെൻറിക് മെനസിസിന്റെ നേതൃത്വത്തിൽ പോർച്ചുഗീസ് സൈന്യം ആക്രമണം അഴിച്ചുവിട്ടു. ഈ യുദ്ധത്തിൽ ഈ പ്രധാനപ്പെട്ട മരക്കാർമാരുടെയും ഒപ്പം തന്നെ പോർച്ചുഗീസുകാരുടെയും യുദ്ധത്തിൽ ആദ്യ കാലഘട്ടത്തിൽ നമ്മൾ പഠിക്കേണ്ടിയിരുന്നത്, 1ാം ഘട്ടത്തിൽ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്ന ഒരു പേരാണ് പുറക്കാട് അരയന്മാർ എന്ന് പറയുന്നത്. ഈ പുറക്കാട് അരയന്മാർ ഈ കോൺഫ്ലിക്റ്റിൽ ആദ്യം ഹെൽപ്പ് ചെയ്തിരുന്നത് പോർച്ചുഗീസുകാരായിരുന്നു ഇവർ ആദ്യം എന്ത് ചെയ്തിരുന്നത്, ഹെൽപ്പ് ചെയ്തിരുന്നത്. പിന്നീട് സാമുദ്രികമായിട്ടുണ്ടായിരുന്ന ഒരു യുദ്ധത്തിൽ പോർച്ചുഗീസിലെ ഒരു ഗവർണർ എന്ത് ചെയ്തു, ഈ പുറക്കാട് അരയനെ വെടിവെക്കുകയുണ്ടായി. ഇതോടുകൂടി പുറക്കാട് അരയന്മാരും പോർച്ചുഗീസും തമ്മിൽ അടിയുണ്ടാവുകയും പുറക്കാട് അരയന്മാർ മരക്കാരനെ പോർച്ചുഗീസുകാരായിട്ടുള്ള യുദ്ധത്തിൽ സഹായിക്കാൻ വേണ്ടി തയ്യാറാവുകയും ചെയ്തു.
നിരന്തരമായിട്ടുള്ള യുദ്ധത്തിനെ തുടർന്ന് അന്നത്തെ ഗവർണറായിട്ടുണ്ടായിരുന്ന ഹെൻറി ഡി മെനസിസ് മാറുകയും അടുത്ത ഗവർണറായിട്ടുള്ള സാംബിയോ അഥവാ ലോപ്പോവാസ് ഡി സാംബിയോ എന്ന് പറയുന്ന പുള്ളിക്കാരൻ 1526-29 കാലഘട്ടത്തിലെ എന്ത് ചെയ്യുവാണ്, അധികാരം ഏറ്റെടുക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇദ്ദേഹം വന്ന ഉടൻ തന്നെ സാമുദ്രിയുടെ നാവിക പടയാളികളായിട്ടുള്ള കുഞ്ഞാലി മരക്കാർമാരുടെ നേർക്ക് അതിശക്തമായിട്ടുള്ള ഒരു അഗ്രസീവ് നേവൽ അറ്റാക്ക് ആയിരുന്നു, ഒരു അഗ്രസീവ് നേവൽ അറ്റാക്ക് അഴിച്ചുവിടുകയായിരുന്നു ചെയ്തത്. അഥവാ ആക്രമണോസുത്തമായിട്ടുള്ള ഒരു നാവിക പ്രവർത്തനങ്ങളായിരുന്നു ഇദ്ദേഹം ചെയ്തിരുന്നത്. ആക്രമണാത്മകമായിട്ടുള്ള നാവിക പ്രവർത്തനങ്ങളായിരുന്നു ഇദ്ദേഹം ചെയ്തിരുന്നത്, അഴിച്ചുവിട്ടത്. 1528 ബാർക്കൂർ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് വെച്ച് കുട്ടിയലിയെ അഥവാ ഒന്നാമത്തെ കുഞ്ഞാലി മരയ്ക്കാൻ ഇദ്ദേഹം പിടിച്ചു. പിൽക്കാലത്ത് അദ്ദേഹത്തിനെ ഗോവയിൽ കൊണ്ടുപോയിട്ട് വധിച്ചു എന്നാണ് ചരിത്രം. ഇതോടുകൂടി സാമുദ്രിയുടെ കപ്പൽപ്പടയുടെ ശക്തി എന്ത് ചെയ്യാൻ തുടങ്ങി, പതുക്കെ ക്ഷയിക്കാൻ തുടങ്ങി. അല്ല എങ്കിൽ സാമുദ്രിക്ക് പുതിയൊരു നാവികപ്പടയെ എന്ത് ചെയ്യേണ്ടതായിട്ട് വന്നു, സുശക്തമാക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഇരിക്കെ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുവാണ്, സാമുദ്രി തയ്യാറാവുകയാണ്. സാമുദ്രി കൊയ്റോയിൽ നിന്നുള്ള വ്യാപാരിയായിട്ടുള്ള അലി എബ്രഹാമിനെയും കുട്ടി അലി അഥവാ കുഞ്ഞാലി മരക്കാർ ഒന്നാമൻ്റെ ഇളയ മകനായിട്ടുള്ള കുഞ്ഞാലി രണ്ടാമനെയും ഒപ്പം തന്നെ കുട്ടിയലിയുടെ ബന്ധുവായിട്ടുള്ള പാച്ചാച്ച മരക്കാരൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ നാവിക സൈന്യത്തിന് എന്ത് ചെയ്യുവാണ്, പുനർക്രമീകരിക്കുകയാണ് അല്ലെങ്കിൽ പുനർസംഘടിപ്പിക്കുകയാണ് ചെയ്തത്. ഈ പുനർസംഘടിപ്പിച്ച നാവിക സൈന്യം സുശക്തമായിരുന്നു. ഇവര് സിലോണിലും കിഴക്കൻ തീരത്തിലുമുള്ള പോർച്ചുഗീസ് ആധിപത്യത്തെ വെല്ലുവിളിച്ചു. അതിശക്തമായിട്ടുള്ള ആക്രമണമായിരുന്നു പോർച്ചുഗീസുകാർക്കെതിരെ ഇവരെന്ത് ചെയ്തിരുന്നത്, നടത്തിയത്. പോർച്ചുഗീസ് വ്യാപാരം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിശ്ചലമാവുന്ന ഒരു അവസ്ഥയായിരുന്നു പിന്നീട് എന്ത് ചെയ്യുന്നത് കാണപ്പെടുന്നത്. തുടർന്ന് അന്നത്തെ ഗവർണറായിട്ടുണ്ടായിരുന്ന ലോപ്പോവാസ് ഡി സാംബിയോയെ ആഭ്യന്തര സർക്കാർ പിരിച്ചുവിടുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായി. ഇങ്ങനെ ഇരിക്കുകയായിരുന്നു 1529 ന്യൂനോ ഡാ കുൻഹ എന്ന് പറയുന്ന പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നത് ഇന്ത്യയിൽ വൈസ്രോയി ആയിട്ട് അധികാരത്തിൽ വരുന്നത്. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് അടുത്ത മരക്കാരൻ്റെ കാലഘട്ടമായിരുന്നു, രണ്ടാമത്തെ മരക്കാരൻ്റെ കാലഘട്ടമായിരുന്നു. അതിനെ പറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇനി പഠിക്കാം. രണ്ടാമത്തെ മരക്കാരൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1531 മുതൽ 1571 വരെയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് പോർക്കർ അലി എന്ന് ആയിരുന്നു. ഇദ്ദേഹം 1529 ഇന്ത്യയിൽ അധികാരമേറ്റ പോർച്ചുഗീസ് ഗവർണറായിട്ടുണ്ടായിരുന്ന നീനോ ഡി കുൻഹയുടെ കാലഘട്ടത്തിൽ സാമുദ്രിക്ക് വേണ്ടിയിട്ട് സേവനം അനുഷ്ഠിച്ചിരുന്ന നാവിക പടയാളിയായിരുന്നു, നാവിക കമാൻഡറായിരുന്നു. നീനോ ഡി കുൻഹ ഇന്ത്യയിൽ വന്നതിന് ശേഷം ആദ്യം ചെയ്തത് പോർച്ചുഗീസുകാരുടെ നാവിക ആധിപത്യത്തെ പുനഃസ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു. അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും സുശക്തമായിട്ടുള്ള സൈന്യമായിട്ട് പോർച്ചുഗീസുകാരെ വീണ്ടും മാറ്റിയെടുക്കുക എന്നതായിരുന്നു നീനോ ഡി കുൻഹയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഇദ്ദേഹം 1531 ചാലിയത്ത് ഒരു കോട്ട പണിതു. 1531 ചാലിയത്ത് ഒരു കോട്ട പണിഞ്ഞു. ഈ കോട്ട കെട്ടുന്നതിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിനെ സഹായിച്ചത് അന്നത്തെ താനൂരിലെ രാജാവായിരുന്നു, അല്ലെങ്കിൽ വെട്ടത്തെ രാജാവായിരുന്നു. താനൂരിലെ അഥവാ വെട്ടത്തെ രാജാവിൻ്റെ സഹായത്തോടു കൂടിയായിരുന്നു ഇദ്ദേഹം എന്ത് ചെയ്തിരുന്നത്, ചാലിയത്ത് കോട്ട പണിഞ്ഞത്. ഇത് വളരെ സ്ട്രാറ്റജിക്കൽ പോയിന്റ് ആയിരുന്നു, തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു കോട്ടയായിരുന്നു ഇതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോട്ട അറിയപ്പെടുന്നത് സാമുദ്രിയുടെ ഖണ്ഡത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്തായിരുന്നു എന്നറിയപ്പെട്ടിരുന്നത്, ഈ കോട്ടയെ അറിയപ്പെട്ടിരുന്നത്. പിന്നീടും അദ്ദേഹത്തിൻ്റെ നാവിക പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. പൊന്നാനിയിലും താനൂരിലും 2 നാവിക കേന്ദ്രങ്ങൾ കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആർക്ക് സാധിച്ചു, നീനോ ഡി കുൻഹയ്ക്ക് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ സാധിച്ചു. അപ്പുറത്തെ സൈഡിൽ സാമുദ്രിയും വിട്ടുകൊടുത്തില്ല. സാമുദ്രിയുടെ നാവിക സേനാധിപനായിട്ടുണ്ടായിരുന്ന കുഞ്ഞാലി മരക്കാരൻ്റെ നേതൃത്വത്തിൽ അവരും എന്ത് ചെയ്തു, അവരുടെ നാവികപ്പടയെ അവരുടെ നാവിക സേനയെ പുനർസംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അങ്ങനെ ശക്തമായിട്ടുള്ള ഇവരുടെ നാവികപ്പടയും കുഞ്ഞാലി മരക്കാർമാരുടെ നാവികപ്പടയും ഒപ്പം തന്നെ നീനോ ഡി കുൻഹയുടെ പോർച്ചുഗീസ് നാവികപ്പടയും പല പ്രാവശ്യമായിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ആഴക്കടൽ യുദ്ധം ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നു. വിജയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞ അവസരങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത് പഠിക്കുന്ന ഒരു സുപ്രധാനമായിട്ടുള്ള സംഭവം 1536 മാർട്ടിൻ ഡിസൂസ എന്ന് പറയുന്ന പോർച്ചുഗീസുകാരൻ്റെ നേതൃത്വത്തിൽ ഇടപ്പള്ളി എന്ന് പറയുന്ന പ്രദേശം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തി. ഇവിടെ മരക്കാർമാർ എത്തിയതിനു ശേഷം മാർട്ടിൻ ഡിസൂസയുടെ ഈ ശ്രമത്തെ നിഷ്പ്രമമാക്കി, അല്ലെങ്കിൽ അവർക്ക് അവിടെ നിന്ന് പിന്തിരിയേണ്ടതായിട്ട് വന്നു. ഇപ്രകാരം ഇന്ത്യയിൽ പോർച്ചുഗീസുകാരുടെ ഒരു പരിപാടി നടക്കില്ല എന്നൊരു സിറ്റുവേഷനിലോട്ട് കുഞ്ഞാലി മരക്കാരൻ രണ്ടാമൻ്റെ കാലഘട്ടത്തിൽ അവർക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. ഈ സമയം സാമുദ്രി തുർക്കിയിലെയും ഈജിപ്തിലെയും സുൽത്താനേറ്റ് അല്ലെങ്കിൽ രാജാക്കന്മാരുടെ സഹായത്തോടു കൂടി പോർച്ചുഗീസുകാരെ ഇവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലായിരുന്നു. അദ്ദേഹം അതിനു വേണ്ടിയിട്ടുള്ള ദൂതന്മാരെ അയക്കുകയും അവരിലോട്ട് ഇവരുടെ മെസ്സേജ് അല്ലെങ്കിൽ സാമുദ്രിയുടെ ആവശ്യം എന്ത് ചെയ്യുകയാണ്, ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഈജിപ്തുകാരൊക്കെ ഗുജറാത്ത് തീരത്ത് വരെ എത്തിയിട്ടുണ്ട് എങ്കിലും സാമുദ്രി എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിരുന്നില്ല.
ഈ നിരന്തരമായിട്ടുള്ള യുദ്ധങ്ങളും നിരന്തരമായിട്ടുള്ള പോർവിളികളും സാമൂതിരിയെ വലിയ രീതിയിൽ കടം കയറ്റി. സ്വാഭാവികമായിട്ടും സാമൂതിരിക്ക് യുദ്ധത്തിൽ നിന്നെല്ലാം മാറി രാജ്യത്തിൻ്റെ കാര്യം നോക്കി പോകേണ്ടതായിട്ട് വന്നു. അങ്ങനെ 1540 ഒരു സമാധാന സന്ധിയിൽ പോർച്ചുഗീസുകാരുമായിട്ട് ആരൊപ്പിടുകയാണ്? സാമൂതിരി ഒപ്പിടുകയാണ്. ഈ സമാധാന സന്ധിയുടെ പേരായിരുന്നു പൊന്നാനി സന്ധി. 1540 ഈ പൊന്നാനി സന്ധി ഒപ്പിട്ടത്. രണ്ട് കൂട്ടർക്കും ഗുണമുള്ളതായിരുന്നു ഈ സന്ധി എന്ന് പറയുന്നത്. പൊന്നാനി സന്ധി എന്ന് പറയുന്നത് രണ്ട് കൂട്ടർക്കും, അതായത് സാമൂതിരിക്കും പോർച്ചുഗീസുകാർക്കും ഗുണമുള്ളതായിരുന്നു. ഈ സന്ധി പ്രകാരം കോഴിക്കോട് വ്യാപാരത്തിൻ്റെ കുത്തക, അല്ലെങ്കിൽ തീരപ്രദേശത്ത് യഥേഷ്ടം വ്യാപാരം നടത്താനുള്ള കുത്തക ആർക്ക് ലഭിക്കുകയുണ്ടായി? പോർച്ചുഗീസുകാർക്ക് ലഭിക്കുകയുണ്ടായി. ഇനി സാമൂതിരിയുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു പ്രദേശത്തെ ഏതെങ്കിലും ഒരു രീതിയിൽ ആക്രമിക്കുകയോ പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയോ ചെയ്യുകയാണ് എങ്കിൽ അവിടെ പോർച്ചുഗീസ് വരില്ല എന്നൊരു ഉറപ്പ് ആര് കൊടുത്തു? പോർച്ചുഗീസുകാർ പൊന്നാനി ഉടമ്പടി വഴി സാമൂതിരിക്ക് കൊടുക്കുകയും ചെയ്തു. ഇപ്രകാരം രണ്ട് കൂട്ടർക്കും ഗുണമാണ് ഈ അഗ്രിമെൻ്റ് വഴി അല്ലെങ്കിൽ ഈ ഉടമ്പടി വഴിയിട്ട് ലഭിച്ചത്. ഇങ്ങനെ ഒരു സമാധാന ഉടമ്പടി നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ആഴക്കടലിൽ പോർച്ചുഗീസുകാർക്കെതിരെ മരക്കാർമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളെ താൽക്കാലികമായി പിന്തുണയ്ക്കുന്നത് ആര് നിർത്തി? സാമൂതിരി നിർത്തി. ഇങ്ങനെ സാമൂതിരി നിർത്തിയപ്പോൾ പോർച്ചുഗീസുകാരുടെ പ്രവർത്തനങ്ങളുമായിട്ട് വളരെ സ്മൂത്തായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റി? മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിച്ചു. ഇത് നല്ലൊരു സംഭവമാണല്ലോ. ഇവിടെയുള്ള നാട്ടുരാജാക്കന്മാരുമായിട്ട് സമാധാന സന്ധിയിൽ ഏർപ്പെടുകയാണെങ്കിൽ അവർക്ക് അവരുടെ ബിസിനസ്സും കച്ചവടവും എല്ലാം സുഖകരമായിട്ട് കൊണ്ടുപോകാമല്ലോ എന്ന് മനസ്സിലാക്കി അവർ ഇതിന് സമാനമായിട്ടുള്ള ഉടമ്പടികൾ പുറക്കാട് രാജാവുമായിട്ടും കൊല്ലം രാജാവുമായിട്ടൊക്കെ ആരിട്ടു? പോർച്ചുഗീസുകാർ ഒപ്പിടുകയാണ് പിൽക്കാലത്ത് ചെയ്തത്. ഈ കുറച്ചു കാലം സമാധാനം വരുന്ന സമയത്ത് കുഞ്ഞാലിമരക്കാരുടെ നാവിക ദൗത്യം അപ്പാടെ എന്ത് ചെയ്തു? ദുർബലമായി പോവുകയാണ് ചെയ്തത്. ഇവരായിട്ട് യുദ്ധം ചെയ്യാൻ പറ്റില്ല. യുദ്ധം ചെയ്താൽ തന്നെ സാമൂതിരിയുടെ സഹായം കിട്ടത്തില്ല. കാര്യം എന്താ? ഈ ഉടമ്പടി നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഈ ദുർബലമായി പോയിരിക്കെ 1570 പോർച്ചുഗീസുകാർ സാമൂതിരി ആക്രമിക്കുന്നു. സ്വാഭാവികമായിട്ടും സാമൂതിരിക്ക് തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് നാവികപ്പട എന്ത് ചെയ്യണം? ഉയർത്തിക്കൊണ്ടുവരണം. അപ്രകാരം സാമൂതിരി എന്ത് ചെയ്തു? സാമൂതിരിയുടെ നാവികപ്പടയെ ഉയർത്തിക്കൊണ്ടുവരുന്നു. ആരിലൂടെ? കുഞ്ഞാലിമരക്കാർ മൂന്നാമനിലൂടെ. കുഞ്ഞാലിമരക്കാർ മൂന്നാമൻ്റെ യഥാർത്ഥ പേരായിരുന്നു പട്ടുമരക്കാർ. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടമായിരുന്നു 1571 മുതൽ 1595 വരെ. നമ്മൾ പഠിച്ച 3 മരക്കാർമാരിലും, അല്ലെങ്കിൽ ഇനി ഒരാളിനെ പറ്റിയിട്ട് കൂടെ പഠിക്കും. ഈ 4 മരക്കാർമാരിലും ഏറ്റവും ശക്തനും വീരനുമായിട്ടുണ്ടായിരുന്ന ആളായിരുന്നു കുഞ്ഞാലിമരക്കാർ മൂന്നാമൻ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന് സ്വന്തമായിട്ട് നാവിക കപ്പലുകളുണ്ടായിരുന്നു, സ്വന്തമായിട്ട് നാവിക പടയാളികളുണ്ടായിരുന്നു. ചില പ്രദേശങ്ങൾ കീഴടക്കിയതിന് ശേഷം അവിടെ സ്വയം ഭരണാധികാരിയായി മാറുന്നതിനും ഇദ്ദേഹത്തിന് എന്ത് ചെയ്തു? സാധിച്ചു. ഇദ്ദേഹം പിൽക്കാലത്ത് സാമൂതിരിയുടെ സഹായത്തോടു കൂടി ഒരു കോട്ട പണിതു. ഈ കോട്ട പണിതത് വടകരയ്ക്കടുത്തുള്ള കോട്ടയ്ക്കൽ എന്ന് പറയുന്ന പ്രദേശത്തായിരുന്നു. വടകരയ്ക്കടുത്തുള്ള കോട്ടയ്ക്കൽ എന്ന് പറയുന്ന പ്രദേശത്തായിരുന്നു ഈ കോട്ട എന്ത് ചെയ്ത് ഇദ്ദേഹം പണിതത്. ഈ കോട്ടയെ മരക്കാർ കോട്ട എന്ന് അറിയപ്പെടുന്നു. പിൽക്കാലത്ത് മരക്കാർമാരുടെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായി, അല്ലെങ്കിൽ പ്രധാന ആസ്ഥാനമായിട്ട് ഈ മരക്കാർ കോട്ട മാറുന്നതാണ് നമ്മൾ കാണുന്നത്. 1571 ഈ കുഞ്ഞാലിമരക്കാർ മൂന്നാമൻ്റെ സഹായത്തോടു കൂടി സാമൂതിരിക്ക് ചാലിയൻകോട്ട പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റി. അഥവാ പോർച്ചുഗീസുകാർക്ക് സാമൂതിരിക്ക് മേലുള്ള മേധാവിത്വം കൊടുക്കുന്ന ഒന്നായിരുന്നു ചാലിയൻകോട്ട എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പോർച്ചുഗീസുകാർ സാമൂതിരിയുടെ കണ്ടത്തിലോട്ട് നീട്ടിയ പീരങ്കി എന്നൊക്കെ പറഞ്ഞു വെച്ച് ഈ ചാലിയൻകോട്ടയെ 1571 കുഞ്ഞാലിമരക്കാർ മൂന്നാമൻ്റെ നേതൃത്വത്തിൽ പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇനി ചാലിയൻകോട്ട പിടിച്ചെടുക്കുന്ന ചരിത്രത്തെ പറ്റിയിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ചാലിയൻകോട്ട 1571 പിടിച്ചെടുക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 1540 പുറപ്പെടുവിപ്പിച്ച പൊന്നാനി സന്ധി, 1540 പൊന്നാനി സന്ധി ദീർഘകാലത്തോട്ടൊരു സമാധാനം പോർച്ചുഗീസുകാർക്കിടയിലും സാമൂതിരിക്കിടയിലും കൊണ്ടുവന്നില്ല. ഇതൊരു ഹ്രസ്വകാല സമാധാനം മാത്രം കൊണ്ടുവരുന്ന ഒന്നായിരുന്നു. 1550 ആയപ്പോഴത്തേക്കും കൊച്ചിയും വടക്കങ്കൂർ രാജവംശവും തമ്മിൽ ഒരടിയുണ്ടായി. ഇതിൽ കൊച്ചി എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരെ സഹായിക്കുന്നതും വടക്കങ്കൂർ എന്ന് പറയുന്നത് സാമൂതിരിയുടെ സാമന്തരാജ്യവും ആയിരുന്നു. ഇതിൽ കൊച്ചിയെ പോർച്ചുഗീസുകാർ സഹായിച്ചവർ തമ്മിൽ യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് വടുതലയിൽ വെച്ച് വടക്കങ്കൂറിലെ രാജാവ് മരണപ്പെട്ടു. തൻ്റെ സാമന്ത രാജ്യമായിട്ടുണ്ടായിരുന്ന വടക്കങ്കൂറിലെ രാജാവിൻ്റെ മരണത്തിന് പോർച്ചുഗീസുകാരും കൊച്ചി രാജാവും എന്ത് ചെയ്തു? കാരണമായി എന്ന് പറഞ്ഞുകൊണ്ട് സാമൂതിരി കൊച്ചിക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ടു. തുടർന്ന് കൊച്ചിയുടെ അലയായിട്ടുണ്ടായിരുന്ന, അല്ലെങ്കിൽ സഖ്യരാജ്യമായിട്ടുണ്ടായിരുന്ന പോർച്ചുഗീസുകാർ കോഴിക്കോടിനെ ആക്രമിച്ചു. പന്തലായനി കൊല്ലത്ത് സാമൂതിരിയുടെ നാവിക പടയാളിയായിട്ടുള്ള കുഞ്ഞാലിമരക്കാരുടെ ഏറ്റവും ശക്തി കേന്ദ്രമായിട്ടുണ്ടായിരുന്ന പന്തലായനി കൊല്ലത്ത് ശക്തമായിട്ടുള്ള ബോംബാക്രമണമാണ് നടത്തിയത്. കോഴിക്കോടിൻ്റെ തീരപ്രദേശങ്ങളിലും എന്ത് ചെയ്തു? ശക്തമായിട്ടുള്ള ആക്രമണം പോർച്ചുഗീസുകാർ അഴിച്ചുവിട്ടു.
1555 ആയപ്പോഴത്തേക്കും അറബി വ്യാപാരികൾ പോർച്ചുഗീസ് പാസ് ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് എന്ത് ചെയ്തോളാം, വ്യാപാരം നടത്തിക്കോളാം എന്ന് എന്ത് ചെയ്യുവാണ്, പ്രസ്താവിക്കുകയാണ് ചെയ്തത്. ഇതോടുകൂടി ഒരു താൽക്കാലിക ശമനം ഈ യുദ്ധത്തിനുണ്ടായി. പക്ഷേ 1564 ആയപ്പോഴത്തേക്കും കണ്ണൂരിലെ രാജാവായിട്ടുണ്ടായിരുന്ന കോലോത്തിരി സാമൂതിരിയുടെ സഹായത്തോടു കൂടി കണ്ണൂരിലെ പോർച്ചുഗീസുകാരുടെ പ്രധാന കോട്ടയായിട്ടുള്ള ഏഞ്ചലോസ് കോട്ട ആക്രമിച്ചു. അതിനുശേഷം ഇതിനെ പിടിച്ചെടുക്കുകയും ചെയ്തു. 1565 തളിക്കോട്ട യുദ്ധം. തളിക്കോട്ട യുദ്ധം മിഡിവൽ ഇന്ത്യ ഹിസ്റ്ററിയിൽ നമ്മൾ പഠിക്കുന്നതാണ്. പക്ഷെ ഒരു കാര്യം ഇവിടെ കേരള ഹിസ്റ്ററിയുമായി റിലേറ്റ് ചെയ്ത് പഠിച്ചിരിക്കണം. ഇന്ത്യയിലെ, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിലെ പോർച്ചുഗീസുകാരുടെ പ്രധാന സഖ്യരാജ്യമായിരുന്നു വിജയനഗര എംപയർ. ഒന്നും കൂടി പറഞ്ഞാൽ കൃഷ്ണദേവരായർ എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിലെ പോർച്ചുഗീസുകാരുടെ ശക്തരായിട്ടുള്ള അലയായിരുന്നു, സഖ്യമായിരുന്നു. കൃഷ്ണദേവരായരുടെ വിജയനഗര സാമ്രാജ്യം എന്ന് പറയുന്നത് ഈ മേഖലയിലെ ശക്തമായിട്ടുള്ള ഒരു സാമ്രാജ്യവും ആയിരുന്നു. പക്ഷേ 1565 തളിക്കോട്ട യുദ്ധത്തിൽ കൃഷ്ണദേവരായർ പരാജയപ്പെടുന്നു. സഖ്യ സൈന്യം തളിക്കോട്ട യുദ്ധത്തിൽ ആരെ തോൽപ്പിക്കുകയായിരുന്നു? കൃഷ്ണദേവരായറിനെ തോൽപ്പിക്കുകയാണ് ചെയ്തത്. ഇത് തോൽപ്പിക്കുന്നതോടുകൂടി പോർച്ചുഗീസുകാർക്കെതിരെ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കൂടി വരുവാണ്. ആരെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ളത്? പോർച്ചുഗീസുകാരെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഒപ്പം തന്നെ വിജയനഗര സാമ്രാജ്യത്തിനെതിരെ ഉണ്ടായിരുന്ന ആൾക്കാർ ഈ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നതോടുകൂടി ഈ രാജാക്കന്മാരുടെ സഹായത്തോടു കൂടി പോർച്ചുഗീസുകാരെ ആക്രമിക്കാനുള്ള ഒരു സാഹചര്യം ഉടലെടുത്തു എന്ന് സാമൂതിരിയും വിശ്വസിക്കുന്നു. അങ്ങനെ 1570 ബിജാപൂരിലെ രാജാവായിട്ടുണ്ടായിരുന്ന ആദിൽ ഖാനെയും അഹമ്മദ് നഗറിലെ രാജാവായിട്ടുണ്ടായിരുന്ന നിസാം ഷായുടെയും ഒരു സഖ്യം ആരുണ്ടാക്കുകയാണ്? ഇവർ രണ്ടുപേരെയും ചേർത്തുകൊണ്ട് ഒരു സഖ്യം സാമൂതിരി ഉണ്ടാക്കുകയാണ്. ആർക്കെതിരെയായിരുന്നു ഉണ്ടാക്കിയിരുന്നത്? പോർച്ചുഗീസുകാർക്കെതിരെയായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ഈ സഖ്യത്തിൻ്റെ സഹായത്തോടു കൂടി 1571 ചാലിയത്തോട്ട് ആരാക്രമണം നടത്തി? സാമൂതിരിയുടെ സൈന്യം ആക്രമണം നടത്തി. ഈ സൈന്യത്തിൽ ആരും ഉണ്ടായിരുന്നു? മരക്കാർമാരുണ്ടായിരുന്നു. കുഞ്ഞാലി മരക്കാർമാരുടെ നേതൃത്വത്തിൽ ഈ കോട്ട ചാലിയത്ത്, പോർച്ചുഗീസുകാർ കെട്ടിപ്പടുത്തിരുന്ന ചാലിയം കോട്ട ഒരു കല്ലിന്മേൽ മറ്റൊരു കല്ലില്ലാത്ത രീതിയിൽ ആര് തകർത്ത് കളഞ്ഞു? മരക്കാർമാർ തകർത്ത് കളയുകയാണ് ഉണ്ടായത്. ഈ ചാലിയംകോട്ട തകർത്തതിന് ശേഷം പിടിച്ചെടുത്ത പ്രദേശം, ഈ ചാലിയംകോട്ട പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, ചാലിയംകോട്ട പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിച്ച പരപ്പനാട് രാജാവിന് ആര് സമർപ്പിച്ചു? സാമൂതിരി സമർപ്പിച്ചു. ഈ ചാലിയംകോട്ടയുടെ തകർച്ച എന്ന് പറയുന്നത് കേരള ചരിത്രത്തിൽ പോർച്ചുഗീസുകാരുടെ അധപ്പതനത്തിന് തുടക്കം കുറിക്കുന്ന ഒന്നായിരുന്നു. ചാലിയംകോട്ടയുടെ തകർച്ചയ്ക്ക് ശേഷം പിന്നീട് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത് സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മിൽ കൂടുതൽ അടുക്കുന്നതായിരുന്നു. ഇതിൻ്റെ തുടർച്ചയായിരുന്നു 1598 കോഴിക്കോട് സ്ഥിരതാമസം നടത്തുന്നതിന് വേണ്ടിയിട്ട് പോർച്ചുഗീസുകാർക്ക് ആര് അനുമതി കൊടുക്കുന്നു? സാമൂതിരി അനുവാദം കൊടുക്കുന്നു. 1591 ഒരു പള്ളി പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള സാമഗ്രികളും പള്ളി പണിയുന്നതിന് വേണ്ടിയിട്ട് തറക്കല്ലിടുകയും ആര് ചെയ്യുന്നു? പോർച്ചുഗീസുകാർക്ക് വേണ്ടിയിട്ട് സാമൂതിരി ചെയ്യുന്നു. ഇങ്ങനെ സാമൂതിരി കൂടുതലായിട്ട് പോർച്ചുഗീസുകാരുമായിട്ട് അടുത്തത് മരക്കാർമാർക്ക് ഇഷ്ടപ്പെട്ടില്ല. മരക്കാരും അതുപോലെ തന്നെ സാമൂതിരിയും കൂടുതൽ അകലുന്നതിനും ഈ പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിലുള്ള ബന്ധം എന്ത് ചെയ്തു? കാരണമായി. പക്ഷേ ഈ പോർച്ചുഗീസുകാർക്ക് അറബിക്കടലിലെ ശക്തി നഷ്ടപ്പെട്ടത് കുഞ്ഞാലി മരക്കാർമാരെ അങ്ങേയറ്റം ശക്തരാക്കി മാറ്റുകയാണ് ചെയ്തത്. പൊന്നാനിയിൽ ഒരു ഫാക്ടറി നിർമ്മിക്കാൻ കൂടി പോർച്ചുഗീസുകാർക്ക് സാമൂതിരി എന്ത് ചെയ്തു? അനുവാദം കൊടുത്തു. ഇതോടുകൂടി സാമൂതിരിയും കുഞ്ഞാലി മരക്കാരും തമ്മിലുള്ള ശത്രുത അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാവുന്നതിന് കാരണമായി. 1598 1589 വർഷങ്ങളിൽ കുഞ്ഞാലി മരക്കാരുടെ സൈന്യവും പോർച്ചുഗീസ് സൈന്യവും കടലിൽ ഏറ്റുമുട്ടി. ഈ രണ്ട് യുദ്ധങ്ങളിലും പോർച്ചുഗീസുകാർക്ക് വലിയ നഷ്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വലിയ നഷ്ടം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കുഞ്ഞാലിമാർക്ക് സാധിച്ചു എന്നുള്ളതാണ് സത്യം. പിന്നീട് 1591 ആയപ്പോഴത്തേക്കും കത്തോലിക്ക പുരോഹിതന്മാരുടെ മധ്യസ്ഥതയിൽ നടന്ന ഒരു ചർച്ചയിൽ പോർച്ചുഗീസുകാരും ഒപ്പം തന്നെ കുഞ്ഞാലി മരക്കാർമാരും സമാധാനത്തിൻ്റെ പാതയിലോട്ട് പോകാം എന്ന് ഉറപ്പ് നൽകുകയും ഇവർ തമ്മിലുള്ള യുദ്ധങ്ങൾ ഒരു ചെറിയ കാലയളവിലെങ്കിലും ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്തു. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് നാലാമത്തെ കുഞ്ഞാലി മരക്കാരനെ പറ്റിയിട്ടാണ്. നാലാമത്തെ കുഞ്ഞാലി മരക്കാരൻ്റെ മറ്റൊരു പേരായിരുന്നു, അല്ലെങ്കിൽ യഥാർത്ഥ പേരായിരുന്നു മുഹമ്മദ് അലി മരക്കാർ. 1595 മുതൽ 1600 വരെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കാലയളവ്. ഇദ്ദേഹം നാലാമത്തെ തലവനായിട്ടായിരുന്നു കരുതപ്പെടുന്നത്. അഥവാ മുഹമ്മദ് അലി മരക്കാറിനെ നാലാമത്തെ നാവിക തലവനായിട്ടായിരുന്നു കൺസിഡർ ചെയ്യപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ കോഴിക്കോടത്തെ പ്രധാന കോട്ടകളെല്ലാം ശക്തിപ്പെടുത്താൻ വേണ്ടി ഇദ്ദേഹത്തിന് സാധിച്ചു. മൂരുകളുടെ രാജാവെന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ അധിപനെന്നുമായിരുന്നു ഇദ്ദേഹത്തിനെ വിശേഷിപ്പിച്ചിരുന്നത്.
ഇദ്ദേഹം കൂടുതൽ സ്ട്രോങ് ആയി വന്നതോടുകൂടി അല്ലെങ്കിൽ കൂടുതൽ ശക്തനായിട്ട് വന്നതോടുകൂടി സാമൂതിരിയെ വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. സാമൂതിരിയുടെ പല പ്രവർത്തികളെയും എതിർക്കുകയും കളിയാക്കി പറയുകയും ചെയ്തത് സാമൂതിരി എന്ത് ചെയ്തു? കൂടുതൽ പ്രകോപിതനാക്കി. പോർച്ചുഗീസുകാരുമായി ചേർന്നുകൊണ്ട് സാമൂതിരി കുഞ്ഞാലി മരക്കാർ ആക്രമിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നു. 1593 മരക്കാർ കോട്ടയ്ക്കെതിരെ പോർച്ചുഗീസ് സൈന്യവും സാമൂതിരിയുടെ സൈന്യവും തമ്മിലൊരു സംയുക്ത ആക്രമണം നടത്തി. പക്ഷേ ഈ സംയുക്ത ആക്രമണത്തിൽ പോർച്ചുഗീസുകാരെ തകർക്കാൻ വേണ്ടിയിട്ട് ആർക്ക് സാധിച്ചിരുന്നില്ല? മരക്കാർമാരെ തകർക്കാൻ വേണ്ടി ആർക്ക് സാധിച്ചിരുന്നില്ല? ഈ സംയുക്ത സൈന്യത്തിന് സാധിച്ചിരുന്നില്ല. സംയുക്ത സൈന്യം പരാജയപ്പെട്ടു. ഒപ്പം തന്നെ വലിയ നഷ്ടം കുഞ്ഞാലി മരക്കാർമാർക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ യുദ്ധത്തിൽ എന്ത് ചെയ്തു? സാധിച്ചു. ഇവർ ഈ പരാജയത്തിനെ പറ്റി പഠിച്ചപ്പോൾ സംയുക്ത സൈന്യത്തിന് മനസ്സിലായത് ഒരു കോർഡിനേഷൻ ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവർക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് നിന്ന് ഈ യുദ്ധത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ യുദ്ധത്തിൽ അവർക്ക് നഷ്ടം വന്നതെന്നായിരുന്നു സാമൂതിരിയുടെയും പോർച്ചുഗീസുകാരുടെയും സംയുക്ത സൈന്യം മനസ്സിലാക്കിയത്. അപ്പോൾ തുടർന്ന് ഇനിയുള്ള യുദ്ധത്തിൽ കടലിൻ്റെ ദൗത്യം പോർച്ചുഗീസുകാരും കരയുടെ ദൗത്യം സാമൂതിരിയും ഏറ്റെടുക്കാമെന്ന് തീരുമാനമായി. അങ്ങനെ 1600 ആൻഡ്രോ ഫുർട്ടഡോവയുടെ നേതൃത്വത്തിൽ പോർച്ചുഗീസിലെ ഒരു സൈന്യം ആർക്കെതിരെ? കുഞ്ഞാലി മരക്കാർമാർക്കെതിരെ യുദ്ധം നടത്തി. 6000-ഓളം വരുന്ന സാമൂതിരിയുടെ സൈന്യവും ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ യുദ്ധത്തിൽ കുഞ്ഞാലി മരക്കാർക്ക് കീഴടങ്ങേണ്ടതായിട്ട് വന്നു. കുഞ്ഞാലി മരക്കാർ സാമൂതിരിയുടെ അടുത്തെത്തുകയും കീഴടങ്ങൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷെ കീഴടങ്ങലിന് അദ്ദേഹം കൊടുത്തിരുന്ന ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു. സാമൂതിരി പറഞ്ഞത് പോർച്ചുഗീസുകാർക്ക് സാമൂതിരി ഒരിക്കലും മരക്കാരനെ കൊടുക്കില്ല എന്ന ഒരു എഗ്രിമെന്റ് പുറത്തായിരുന്നു, അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിന്റെ പുറത്തായിരുന്നു കുഞ്ഞാലി നാലാമൻ ആർക്ക് മുന്നിൽ കീഴടങ്ങിയത്? സാമൂതിരിയുടെ മുന്നിൽ കീഴടങ്ങിയത്. പക്ഷെ സാമൂതിരി ആദ്യം സമ്മതിക്കുകയും പിന്നീട് ആരെ വഞ്ചിക്കുകയും ചെയ്തു? കുഞ്ഞാലി മരക്കാർ നാലാമനെ വഞ്ചിക്കുകയും ചെയ്തു. ഈ കുഞ്ഞാലി മരക്കാർ നാലാമനെ ആർക്ക് കൊടുക്കുകയും ചെയ്തു? പോർച്ചുഗീസുകാർക്ക് കൊടുക്കുകയും ചെയ്തു. കുഞ്ഞാലി മരക്കാർ നാലാമനെ ഗോവയിലോട്ട് കൊണ്ടുപോവുകയും കൊല്ലുകയും ശരീരഭാഗങ്ങൾ ഇന്ത്യയുടെ പല ഭാഗത്ത്, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ പല ഭാഗത്ത് പ്രദർശിപ്പിക്കുകയും ചെയ്തു. ഈ പ്രവൃത്തി സാമൂതിരിയുടെ മാന്യതയ്ക്ക് കളങ്കം വരുത്തുന്ന ഒന്നായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ നാലാമത്തെ കുഞ്ഞാലി മരക്കാരുടെ മരണത്തോടുകൂടി ഇന്ത്യയുടെ ചരിത്രത്തിലെ, അല്ല എങ്കിൽ കേരളത്തിൻ്റെ ചരിത്രത്തിലെ പോർച്ചുഗീസ് ആധിപത്യത്തെ, യൂറോപ്യൻ ആധിപത്യത്തെ വെല്ലുവിളിച്ച ഒരു സുപ്രധാന ഏട് കൂടി അവസാനിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? പരിചയപ്പെടേണ്ടതായിട്ട് ഉണ്ട്. കുഞ്ഞാലി മരക്കാരുടെ ചരിത്രം പറയുന്ന ഗ്രന്ഥമാണ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ എഴുതിയ തുഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നത്. കുഞ്ഞാലി മരക്കാരുടെ ചരിത്രം പറയുന്ന പുസ്തകമാണ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ എഴുതിയ തുഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നത്. ഈ ഗ്രന്ഥം ഇദ്ദേഹം സമർപ്പിച്ചത് ബിജാപൂർ സുൽത്താനേറ്റിലെ ആദിൽ ഷായ്ക്കായിരുന്നു ഈ ഗ്രന്ഥം അദ്ദേഹം സമർപ്പിച്ചത്. ഒരു മലയാളി രചിക്കുന്ന ആദ്യത്തെ ചരിത്രകൃതി കൂടിയാണ് ഏതെന്ന് പറയുന്നത്? തുഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നത്. ആദ്യത്തെ ചരിത്രകൃതിയാണ് തുഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നത്. ഇനി ചാലിയൻകോട്ടയുടെ കാര്യം പറഞ്ഞു. ചാലിയൻകോട്ട സാമൂതിരിക്ക് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട് കുഞ്ഞാലി മൂന്നാമൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഈ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബിക് കാവ്യമാണ് ഫത്ഹുൽ മുബീൻ. ഖാസി മുഹമ്മദ് ആയിരുന്നു ഫത്ഹുൽ മുബീൻ എന്ന് പറയുന്ന ഈ ഗ്രന്ഥം എഴുതിയത്. ഫത്ഹുൽ മുബീൻ എന്ന അറബി വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് വ്യക്തമായ വിജയം എന്നായിരുന്നു. എന്ന് പറയുന്നത് ഫത്ഹുൽ മുബീൻ എന്ന് പറയുന്ന അറബി വാക്ക് സൂചിപ്പിക്കുന്നത്. മനസ്സിലായോ? ഇനി അടുത്ത് പഠിക്കാനുള്ളത് ചെന്നാലിയെ പറ്റിയിട്ടാണ്. ചെന്നാലി എന്ന് പറയുന്നത് കുഞ്ഞാലി മരക്കാർ നാലാമൻ മോചിതനാക്കിയിട്ടുള്ള ചൈനീസ് അടിമ ബാലനെയാണ് ചെന്നാലി എന്ന് അറിയപ്പെടുന്നത്. INS കുഞ്ഞാലി എന്ന് പറയുന്നത് നാവിക പരിശീലന കേന്ദ്രമാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. മുംബൈയിൽ സ്ഥിതി ചെയ്യുന്ന നാവിക പരിശീലന കേന്ദ്രമാണ് INS കുഞ്ഞാലി എന്ന് അറിയപ്പെടുന്നത്. കുഞ്ഞാലി മരക്കാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വടകരയിലെ കോട്ടക്കലിലാണ് കുഞ്ഞാലി മരക്കാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. 2000 എന്ന് പറയുന്ന വർഷത്തിൻ്റെ പ്രത്യേകത, കുഞ്ഞാലി മരക്കാരൻ്റെ പെർസ്പെക്റ്റീവിൽ കുഞ്ഞാലി മരക്കാരൻ്റെ സ്മരണയ്ക്കായിട്ട് ഒരു സ്റ്റാമ്പ് പുറത്തിറക്കി. സ്റ്റാമ്പ് ഇന്ത്യൻ ഗവൺമെൻറ് പുറത്തിറക്കുന്നത് 2000 ആയിരുന്നു. ഇന്ത്യൻ ഗവൺമെൻറ് പുറത്തിറങ്ങുന്നത് 2000 ആയിരുന്നു. ഈ കണ്ണൂർ ഉടമ്പടി പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ വയ്ക്കുന്നത് 1513 എന്ന് പറയുന്ന വർഷത്തിലായിരുന്നു. കുഞ്ഞാലി മരക്കാർക്ക് ഒരു ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൂത്തുക്കുടി ജില്ലയിലെ മാധവികുറിച്ചി ഗ്രാമത്തിൽ പെരുമാർ ക്ഷേത്രം എന്ന ക്ഷേത്രത്തിൻ്റെ അടുത്താണ് ഈ കുഞ്ഞാലി മരക്കാർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് കേരളത്തിൽ പോർച്ചുഗീസുകാർ നൽകിയിട്ടുള്ള പ്രധാന സംഭാവനകളെ പറ്റിയിട്ട് ഒന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. കൊച്ചിയിലും വൈപ്പിനിലും പ്രസ്സുകൾ ആരംഭിക്കുന്നത് പോർച്ചുഗീസുകാരുടെ സമയത്തായിരുന്നു. ഒപ്പം തന്നെ യൂറോപ്പിൻ്റെ യൂറോപ്യൻ ആയുധങ്ങൾ കൂടുതൽ ജനപ്രിയമാക്കി മാറ്റുന്നത് പോർച്ചുഗീസുകാരുടെ കേരളത്തിലോട്ടുള്ള വരവിന് ശേഷമാണ്. 1503 ഇവിടെ ഈ പോർച്ചുഗീസ് വൈസ്രോയി ഭരണമൊക്കെ നടക്കുന്നതിനൊക്കെ മുന്നേ തന്നെ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ഒരു കോട്ട നിർമ്മിച്ചു. ആ കോട്ട
മാനുവൽ കോട്ട എന്നറിയപ്പെടുന്നു. കൊച്ചിയിലാണ് ഈ കോട്ട എന്ത് ചെയ്ത് നിർമ്മിച്ചത്. പ്രദേശവാസികൾക്ക് തോക്കുകളും പീരങ്കികളും നിർമ്മിക്കാനും ഉപയോഗിക്കാനും പോർച്ചുഗീസുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റി? പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റി. ഇവർ കാലിക്കറ്റ്, കൊച്ചി, ചാലിയം എന്നീ പുതിയ പട്ടണങ്ങളും ഇവിടെ വിപണികളും വികസിപ്പിച്ചെടുത്തു. ഒപ്പം തന്നെ റോമൻ ഓർ ലാറ്റിൻ, കത്തോലിക്ക മതം എന്നിവയെ പ്രോത്സാഹിപ്പിച്ചു. കൊച്ചിയിലും അങ്കമാലിയിലും പുതിയ കോളേജുകൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടും ഇവർക്ക് എന്ത് ചെയ്തു? സാധിച്ചു. പോർച്ചുഗീസ്, ലാറ്റിൻ ഭാഷകളായിരുന്നു ഇവർ കൂടുതലായിട്ട് എന്ത് ചെയ്തിരുന്നത്? ഉപയോഗിച്ചിരുന്നതും പ്രചരിപ്പിച്ചിരുന്നതും. കൊച്ചിയിലും വൈപ്പിനിലും അച്ചടിശാലകൾ നിർമ്മിച്ചത് ഇവരുടെ സമയത്തായിരുന്നു. ചവിട്ട് നാടകത്തെ കൂടുതൽ ജനപ്രിയമാക്കി മാറ്റുന്നതും ഇവരുടെ കാലഘട്ടത്തിൽ ആയിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ അവതരിപ്പിച്ച ഗോതിക് വാസ്തുവിദ്യയായിരുന്നു ബറോക്ക് ശൈലി എന്ന് പറയുന്നത്. പോർച്ചുഗീസുകാർ 16-ാം നൂറ്റാണ്ടിൽ അവതരിപ്പിച്ച ഗോതിക് വാസ്തുവിദ്യാ ശൈലിയായിരുന്നു ബറോക്ക് ശൈലി എന്ന് അറിയപ്പെടുന്നത്. ഇവിടെ പുകയില കൃഷി കൊണ്ടുവരുന്നവരായിരുന്നു. ഒരുപാട് എന്ത് ചെയ്യുന്ന വിളവ് ശേഷിയുള്ള തെങ്ങിൻ വിത്തുകൾ ഇവിടെ അവതരിപ്പിക്കുന്നതും അത് വെച്ച് ഉൽപ്പാദനം നടത്തുന്നതും ഇവരുടെ സമയത്തായിരുന്നു. ബംഗ്ലാവുകൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, യൂറോപ്യൻ വസ്ത്രധാരണം എന്നിവയെല്ലാം പോർച്ചുഗീസുകാരുടെ സംഭാവനയായിരുന്നു, ആദ്യകാല സംഭാവനകളായിരുന്നു. ഇവർ ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു പ്രസ് അവതരിപ്പിച്ചു. 1556 സെന്റ് പോൾസ് കോളേജിലായിരുന്നു അവതരിപ്പിച്ചത്. ഇന്ത്യയിൽ ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ ആരംഭിച്ചത് പോർച്ചുഗീസുകാരുടെ സമയത്ത് കൊച്ചിയിലായിരുന്നു. പോർച്ചുഗീസ് ഭാഷയിൽ നിന്നും മലയാളം കടം കൊണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട പദങ്ങൾക്ക് എക്സാമ്പിളാണ് ലേലം, ചാവി, വിജാഗിരി, അലമാര, വരാന്ത, മേശ, ചായ, കസേര, വികാരി തുടങ്ങിയ പദങ്ങളെല്ലാം തന്നെ. ഒപ്പം തന്നെ മലയാളത്തിലെ ആദ്യത്തെ പുസ്തകം റോമൻ ലിപിയിൽ മലയാളത്തിലും തമിഴിലുമായിട്ടുള്ള ഒരു മതബോധന ഗ്രന്ഥം പോർച്ചുഗീസുകാരുടെ സമയത്ത് ഇന്ത്യയിൽ എന്ത് ചെയ്തു? എഴുതപ്പെട്ടു. ഈ ഗ്രന്ഥത്തിന്റെ പേരാണ് ഡോക്ട്രീന ക്രിസ്റ്റം എൻ ലിംഗുവ മലബാർ തമിഴ് എന്ന് അറിയപ്പെടുന്നത്. ഒപ്പം തന്നെ ഇവരുടെ സമയത്ത് പോർച്ചുഗീസ് മിഷനുകളുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയിൽ വന്നിട്ടുള്ള ജർമ്മൻ ജെസ്യൂട്ട് പാതിരിയായിരുന്നു അർണോസ് പാതിരി. ഈ അർണോസ് പാതിരിയുടെ സമയത്ത് എഴുതപ്പെട്ടിട്ടുള്ള ഒരു പ്രധാന വ്യാകരണ ഗ്രന്ഥമായിരുന്നു ഗ്രാമറ്റിക്ക ഗ്രാൻറ്റോണിക്ക എന്ന് അറിയപ്പെടുന്നത്. 18-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇത് രചിച്ചു എന്നാണ് അറിയപ്പെടുന്നത്. ആദ്യകാല മലയാള വ്യാകരണ ഗ്രന്ഥമാണ്. ആദ്യ മലയാള വ്യാകരണ ഗ്രന്ഥമല്ല. ഇതിനൊക്കെ മുന്നേ ഉണ്ടായിരുന്ന മലയാള വ്യാകരണ ഗ്രന്ഥങ്ങൾ പെടുന്നതാണ് ലീല, തിലകം പോലുള്ളവ. ഇതിനെ പറ്റിയിട്ട് മലയാള സാഹിത്യത്തിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പോൾ ജസ്റ്റ് ഇത് ഇത്രയും അറിഞ്ഞു വെച്ചേക്കാം. ഇനി പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 സംഭവ വികാസങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിലൊന്നാണ് ഉദയം പേരൂർ സുന്നഹദോസ്. ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ വരുന്നതിന് മുന്നേ തന്നെ പരമ്പരാഗത ക്രിസ്തുമത വിശ്വാസികൾ ഉണ്ടായിരുന്നു. ഏകദേശം 1-ാം നൂറ്റാണ്ടോടുകൂടി തന്നെ കേരളത്തിൽ ക്രിസ്തുമതം പ്രചരിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ത്യയിലോട്ടത്തെ പോർച്ചുഗീസുകാർ ഒരു പോപ്പിൻ്റെ മേധാവിത്വത്തിൽ വിശ്വസിച്ചിരുന്ന ആൾക്കാരായിരുന്നു പോർച്ചുഗീസുകാരെന്ന് പറയുന്നത്. ഇവർ 1599 മെയ് 20 ആയപ്പോഴത്തേക്കും ഗോവയിലെ 1599 മെയ് 20 ആയപ്പോഴത്തേക്കും അന്നത്തെ ഗോവയിലെ ബിഷപ്പായിട്ടുണ്ടായിരുന്ന അലക്സ്ട്രോ ഡി മെനസിസിൻ്റെ നേതൃത്വത്തിൽ ഒരു സെനഡ് വിളിച്ചുകൂട്ടി. ഈ സെനഡിനെയാണ് ഉദയം പേരൂർ സുന്നഹദോസ് എന്ന് അറിയപ്പെടുന്നത്. ഈ സെനഡിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലുണ്ടായിട്ടുള്ള പരമ്പരാഗത ക്രിസ്ത്യാനികളെ യൂറോപ്യൻ മേധാവിത്വത്തിലോട്ട് അഥവാ പോപ്പിൻ്റെ മേധാവിത്വത്തിനെ അംഗീകരിപ്പിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ സെനഡിൽ ഏകദേശം 813 പേരെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിച്ചു. അതിൽ 660 പേര് സാധാരണ ജനങ്ങളും ഒപ്പം തന്നെ 133 കത്തിനാർമാരും 120ഓളം വരുന്ന ഡിക്കന്മാരും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇതിൽ ഉണ്ടായിരുന്നു. ഈ സെനഡിനെ തുടർന്ന് സഭാഭാഷ സിറിയയിൽ നിന്ന് ലാറ്റിലേക്ക് മാറ്റണം എന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ സെനഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇന്ത്യയിൽ 1-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ക്രിസ്തുമതം എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു? പ്രചരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവർ എന്തിൻ്റെ കീഴിലുള്ളവരായിരുന്നില്ല? പോപ്പിൻ്റെ കീഴിൽ ഉണ്ടായിരുന്നവരായിരുന്നില്ല. എന്നാൽ പോർച്ചുഗീസുകാർ പോപ്പിൻ്റെ കീഴിൽ ഉണ്ടായിരുന്നവരായിരുന്നു. പോർച്ചുഗീസുകാർ ഇന്ത്യയിലെ പരമ്പരാഗത ക്രിസ്ത്യാനികളെ യൂറോപ്യൻ വൽക്കരിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു ശ്രമമായിരുന്നു ഉദയം പേരൂർ സുന്നഹദോസ് എന്ന് പറയുന്നത്. ഈ ശ്രമം നടത്തിയതാരായിരുന്നു? 1599 ഗോവയിലെ ആർച്ച് ബിഷപ്പായിരുന്ന അലക്സ്ട്രോ ഡി മെനസിസ് എന്ന് പറയുന്ന പുള്ളിക്കാരനായിരുന്നു ഈ സെനഡ് വിളിച്ചു കൂട്ടുന്നത്. ഇതിൽ പ്രാർത്ഥനാ ഭാഷ അല്ലെങ്കിൽ സഭാഭാഷ എന്ന് പറയുന്നത് സിറിയയിൽ നിന്ന് ലാറ്റിനിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചു. 813ഓളം വരുന്ന പ്രതിനിധികളെ ഇതിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ട് ആർക്ക് സാധിച്ചു? പോർച്ചുഗീസുകാർക്ക് സാധിച്ചു. അടുത്ത് പഠിക്കാനുള്ളത് കൂനംകുരിശ് കലാപത്തിനെ പറ്റിയിട്ടാണ്. കൂനംകുരിശ് കലാപം 1653 നടക്കുന്നത്. 1653 ജനുവരി 3-ാം തീയതിയായിരുന്നു കൂനംകുരിശ് സത്യപ്രതിജ്ഞ നടക്കുന്നത്. ഇത് പോർച്ചുഗീസുകാർക്കെതിരെ നടക്കുന്ന ഒന്നായിരുന്നു. മട്ടാഞ്ചേരിക്ക് അടുത്ത് വെച്ചായിരുന്നു ഇതെന്ത് ചെയ്തിരുന്നത്? ഇങ്ങനെ ഒരു കൂനംകുരിശ് കലാപം അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ നടക്കുന്നത്. ഇന്ത്യയിലെ പരമ്പരാഗത ക്രിസ്ത്യാനികൾ സുറിയാനി ക്രിസ്ത്യാനികളുടെ ഒരു ബിഷപ്പായിട്ടുള്ള ബാബിലോണിൽ നിന്നുള്ള അഹത്തുള്ള എന്ന് പറയുന്ന പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്തു?
പോർച്ചുഗീസുകാർ അറസ്റ്റ് ചെയ്തു. ഇന്ത്യയിലെ പരമ്പരാഗത ക്രിസ്ത്യാനികളായിട്ടുണ്ടായിരുന്ന സുറിയാനി ക്രിസ്ത്യാനികളുടെ ഒരു ബിഷപ്പായിട്ടുണ്ടായിരുന്ന അഹത്തുള്ളയെ, ബാബിലോണിൽ നിന്നുള്ളൊരു ബിഷപ്പായിട്ടുണ്ടായിരുന്ന അഹത്തുള്ളയെ ആര് അറസ്റ്റ് ചെയ്യുന്നു? പോർച്ചുഗീസുകാർ അറസ്റ്റ് ചെയ്യുന്നു. ഈ പോർച്ചുഗീസുകാർ ഈ അഹത്തുള്ളയെ മൈലാപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് കൊലപ്പെടുത്തിയതായിട്ട് ഒരു കിംവദന്തി വരുന്നു. ഇതോടുകൂടി ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ പരമ്പരാഗത ക്രിസ്ത്യാനികൾ ആർക്കെതിരെ തിരിയുകയാണ്? പോർച്ചുഗീസുകാർക്കെതിരെ തിരിയുകയും ഇവരുടെ ആധിപത്യം നടത്തത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് 1583 ജാനുവരി 3-ാം തീയതി 1653 ജാനുവരി 3-ാം തീയതി മട്ടാഞ്ചേരിയിൽ കൂനൻകുരിശിൽ വെച്ചിട്ട് ഒരു പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. ഈ പ്രതിജ്ഞയാണ് കൂനൻകുരിശ് സത്യാഗ്രഹം അല്ലെങ്കിൽ കലാപം എന്ന് അറിയപ്പെടുന്നത്. ഇനി പോർച്ചുഗീസുകാരുടെ പതനത്തിനുള്ള പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത്, പോർച്ചുഗീസുകാരെ കുപ്രസിദ്ധ കടൽക്കൊള്ളക്കാരായിട്ടായിരുന്നു ചരിത്രകാരന്മാർ പറഞ്ഞിരുന്നത്. ഈ കുപ്രസിദ്ധ കടൽക്കൊള്ള ഇവരെ വലിയ ശത്രുത, മറ്റ് പ്രദേശങ്ങളിൽ നിന്നുള്ള ആൾക്കാരിൽ നിന്ന് വലിയ ശത്രുത വിളിച്ചു കൂട്ടുന്നതിന് കാരണമായി. ഒപ്പം തന്നെ ഇവർ അടിമക്കച്ചവടത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്ന ആൾക്കാരായിരുന്നു. ഇവരുടെ മതനയം എന്ന് പറയുന്നത് കർക്കശമായിരുന്നു. ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാം മതത്തിൽപ്പെട്ടവരും രണ്ടാമത്തെ കാലഘട്ടത്തിൽ ഹിന്ദു മതത്തിൽപ്പെട്ട ആൾക്കാരും ആരെ എതിർക്കാൻ തുടങ്ങി? പോർച്ചുഗീസുകാരെ ശക്തമായിട്ട് എതിർക്കാൻ തുടങ്ങി. ഇന്ത്യയിലെ ഹിന്ദു ഇസ്ലാം മത വിശ്വാസികളുടെ കയ്യിൽ നിന്നും നേരത്തെ പറഞ്ഞ പോലെ കൂനൻകുരിശ് പോലുള്ള സത്യാഗ്രഹങ്ങൾ പരമ്പരാഗത ക്രിസ്തു മത വിശ്വാസികളുടെ കയ്യിൽ നിന്നും അതിശക്തമായിട്ടുള്ള എതിർപ്പ് പോർച്ചുഗീസുകാർക്ക് നേരിടേണ്ടതായിട്ട് വന്നു. ഒപ്പം തന്നെ ഇവിടെ പിൽക്കാലത്ത് എത്തിച്ചേർന്ന ഡച്ചുകാർക്കും ബ്രിട്ടീഷുകാർക്കും മറ്റ് നാട്ടുരാജ്യങ്ങളുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ വെച്ച് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. ഇതും പോർച്ചുഗീസുകാർക്ക് വലിയ വെല്ലുവിളിയായി മാറുകയും പിൽക്കാലത്ത് അവർക്ക് ഇന്ത്യ വിട്ടു പോകുന്നതിന് കാരണമായി മാറുകയും ചെയ്തു. ഇന്ത്യയിലോട്ട് ആദ്യം വന്നത് പോർച്ചുഗീസുകാരായിരുന്നു. 1498 മെയ് 20-നായിരുന്നു പോർച്ചുഗീസുകാർ ഇന്ത്യയിലോട്ട് എത്തുന്നത്. മെയ് 20-നായിരുന്നു പോർച്ചുഗീസുകാർ ഇന്ത്യയിലോട്ട് എത്തുന്നത്. നമ്മൾ പഠിച്ച കാര്യമാണ്. ഇന്ത്യയിലോട്ട് ആദ്യം വന്ന യൂറോപ്യൻസ് പോർച്ചുഗീസുകാരായിരുന്നു. ഒപ്പം തന്നെ ഇന്ത്യയിൽ നിന്ന് അവസാനമായി പിന്മാറിയതും ഇവർ തന്നെയായിരുന്നു. ഗോവ, ദമാൻ, ദിയു എന്നീ പ്രദേശങ്ങളിലായിരുന്നു ഇവരെന്ത് ചെയ്യുന്നത്? അവസാനമായിട്ട് പിന്മാറുന്നത്. ഇവരെ പിന്മാറുന്നത് ഒരു പോലീസ് ഓപ്പറേഷനിലൂടെയായിരുന്നു. ഈ ഓപ്പറേഷനെ ഓപ്പറേഷൻ വിജയ് എന്നാണ് പറയുന്നത്. ആ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്നു വി.കെ. കൃഷ്ണമേനോൻ ഈ ഓപ്പറേഷൻ വിജയ് എന്ന് പറയുന്ന സാധനത്തിനെ ഒരു പോലീസ് ഓപ്പറേഷനായിട്ടായിരുന്നു എന്ത് ചെയ്തിരുന്നത്? റിപ്രസെൻ്റ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ പറഞ്ഞിരുന്നത്. ഇനി പറങ്കികൾ എന്നായിരുന്നു പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ അറിയപ്പെടുന്നത്. സെൻറ്റ് ഫ്രാൻസിസ് കത്തീഡ്രൽ എന്ന് പറയുന്നത് കൊച്ചിയിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച സുപ്രധാനമായിട്ടുള്ള പള്ളികളിലൊന്നായിരുന്നു. 1628 പ്രത്യേകത, ഈ സമയത്തായിരുന്നു ഇന്ത്യയിലെ പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കപ്പെടുന്നത്. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കപ്പെടുന്നത് 1628 കണ്ണൂർ ഉടമ്പടി, പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ വയ്ക്കുന്ന കണ്ണൂർ ഉടമ്പടി 1513 പൊന്നാനി ഉടമ്പടി 1540 ഇത് മറക്കാതെ പഠിക്കുക. ഒപ്പം തന്നെ ബോംബെ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ ആധിപത്യം പോർച്ചുഗീസുകാരുടെ കീഴിലായിരുന്നു ഉണ്ടായിരുന്നത്. പിൽക്കാലത്ത് ചാൾസ് രണ്ടാമൻ എന്ന് പറയുന്ന ബ്രിട്ടീഷ് രാജകുമാരൻ പോർച്ചുഗീസ് പ്രിൻസസിനെ കെട്ടുന്നു. പോർച്ചുഗീസിലെ രാജകുമാരിയെ കെട്ടുന്ന സമയത്ത് ബോംബെ എന്ത് ചെയ്തു? സ്ത്രീധനമായിട്ട് കൊടുത്തു. അങ്ങനെ ബോംബെയും പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നു. ഈ കാര്യം കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇതോടുകൂടി അറൈവൽ ഓഫ് യൂറോപ്യൻസ് എന്ന പാഠഭാഗത്തിലെ പോർച്ചുഗീസുകാരെ പറ്റിയിട്ടുള്ള ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.